രാഹുൽ മാങ്കുടത്തിനെതിരായ ബലാത്സംഗ കേസിലെ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ തള്ളിയത്. അതേസമയം രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ഡിസംബർ 6-ന് ഹർജി പരിഗണിക്കും. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിച്ചതാണെന്നും യുവതിയുടെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ഹർജിയിൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ വാദം തള്ളിയ കോടതി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. രാഹുൽ മാങ്കുടത്തിനെതിരായ ബലാത്സംഗ കേസിലെ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് കോടതി തള്ളിയത്. വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. അതേസമയം രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇത് ഡിസംബർ 6-ന് ഈ ഹർജി പരിഗണിക്കും. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിച്ചതാണ് എന്നും യുവതിയുടെ പേര് താൻ പരാമർശിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ഹർജിയിൽ അവകാശപ്പെടുകയാണ്. എന്നാൽ ഈ വാദം തള്ളിയ കോടതി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയാണ് കഴിഞ്ഞ ദിവസമാണ് കോടതി തള്ളിയത്. വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് ഡിസംബർ 6-ന് ഈ ഹർജി പരിഗണിക്കും. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിച്ചതാണ് എന്നും താൻ യുവതിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ ഹർജിയിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാദം തള്ളിയ കോടതി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു.